ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ എപ്പിസോഡിൽ വരുൺ റെഡിയാവുന്നത് കണ്ട് ഒളിഞ്ഞു നിൽക്കുന്ന പ്രിയങ്ക വരുൺ കാണാൻ പോകുന്നത് ആ പെണ്ണിനെ തന്നെയാണെന്ന കാര്യം ഉറപ്പാണെന്നും ക്ഷേത്രക്കടവിനടുത്ത് തന്നെ ആയതുകൊണ്ട് ഒരു കാര്യം തീർച്ചയാണ്, അത് ചേച്ചി തന്നെ ആവാനാണ് സാധ്യത എന്ന് പ്രിയങ്ക ഉറപ്പിച്ചു. അങ്ങനെ വരുൺ പോയതിനു പിന്നാലെ വരുണിനെ ഫോളോ ചെയ്ത് പ്രിയങ്കയും പുറപ്പെടുന്നു. രാധിക ഈ സമയത്ത് വരുണിനെ കാത്ത് ക്ഷേത്രക്കടവിനരികിൽ തന്നെ അങ്ങനെ കാത്തു നിൽക്കുമ്പോൾ വരുൺ രാധികയുടെ അടുത്തേക്ക് എത്തി. രാധിക വരുൺ വരുന്നത് കാണാതെ ആകെ വിഷമത്തോടെ ആലോചനയിൽ മുഴുകി നിൽക്കുമ്പോൾ വരുൺ പിന്നിലെത്തി രാധിക എന്ന് വിളിച്ചു. ആ വിളി കേട്ടതും രാധിക ഞെട്ടിത്തെറിച്ച് തിരിഞ്ഞു നോക്കുന്ന ഉടനെ തന്നെ വരുൺ രാധികയോട് പറഞ്ഞു, ഈ പേരന്വേഷിച്ച് ഞാൻ കുറെ നടന്നു, തന്നെയും ഈ പേരിനെയും എന്ന് വരുൺ രാധികയോട് പറയുമ്പോൾ രാധിക പറഞ്ഞു, പേരറിഞ്ഞിട്ട് എന്താ വിശേഷം എന്ന് ചോദിച്ചപ്പോൾ വരുൺ പറഞ്ഞു, എനിക്ക് തനിക്ക് അത് വിശേഷമൊന്നും ആയിരിക്കില്ല, പക്ഷേ എനിക്ക് അത് വിശേഷമുള്ള കാര്യമാണ്. എനിക്ക് ചില കാര്യങ്ങൾ തന്നോട് ചോദിക്കാനുണ്ട്. അന്നത്തെ ആ വിവാഹ തട്ടിപ്പിൽ, അന്നത്തെ ആ ചതി, അതിൽ ആർക്കൊക്കെയാണ് പങ്കുള്ളത്? തനിക്ക്, പ്രിയങ്കയ്ക്ക്, മുത്തശ്ശിക്ക്, തന്റെ അമ്മയ്ക്ക്, പിന്നെ ആർക്കൊക്കെ എന്ന് ചോദിച്ചതും രാധിക പറഞ്ഞു, അതൊക്കെ ഇനി പറഞ്ഞിട്ട് എന്താ കാര്യം, അതെല്ലാം കഴിഞ്ഞു പോയ കാര്യങ്ങളല്ലേ എന്ന് ചോദിച്ചതും വരുൺ പറഞ്ഞു, കഴിഞ്ഞു പോയ കാര്യങ്ങളോ? ആർക്ക്? നിങ്ങൾക്കൊക്കെ അത് മറന്നു കളയേണ്ട കാര്യങ്ങളും കഴിഞ്ഞു പോയ കാര്യങ്ങളുമായിരിക്കും. പക്ഷെ എന്നെ സംബന്ധിച്ച് അതെന്റെ ജീവിതമാണ്. എനിക്കത് കഴിഞ്ഞ കാര്യങ്ങളല്ല, എനിക്കത് മറന്നു കളയേണ്ട കാര്യമല്ല എന്ന് വിഷമത്തോടെ വരുൺ രാധികയോട് പറഞ്ഞു. രാധിക പറഞ്ഞു, വരുണോട് ഞാൻ അത് പറയാനാ വിളിച്ചത്. ഇപ്പോ ഇന്നത്തോടെ ഇതെല്ലാം അവസാനിപ്പിക്കണം, എല്ലാം മറക്കണം. എന്നെയും എന്നെ കുറിച്ചുള്ള ഓർമ്മകളും എന്റെ ചിന്തകളുമൊക്കെ വരുൺ അവസാനിപ്പിച്ചേ തീരൂ. വരുൺ ഇപ്പോ എന്റെ അനുജത്തിയുടെ ഭർത്താവാണ്. എനിക്ക് അങ്ങനെ വരുണിനെ കാണാൻ കഴിയൂ, എനിക്ക് അങ്ങനെ കാണാനും സാധിക്കൂ എന്ന് പറഞ്ഞതും വരുണിനോട് രാധിക പറഞ്ഞപ്പോ വരുൺ പറഞ്ഞു, അത് ശരി, അപ്പൊ അങ്ങനെയാണല്ലേ? ഉടനെ രാധിക ചോദിച്ചു, നമ്മൾ ചില സ്വപ്നങ്ങൾ കാണാറില്ലേ ഉറക്കത്തിൽ? അത് ഉറക്കമുണർന്നു കഴിയുമ്പോഴേക്കും നമ്മൾ ആ സ്വപ്നങ്ങൾ മറന്നു കളയും. അതുപോലെ ഇതെല്ലാം മറന്നു കളഞ്ഞേ തീരൂ എന്ന് പറയുമ്പോൾ ഉടനെ വരുൺ പറഞ്ഞു, ശരിയാണ്, നമ്മൾ സ്വപ്നങ്ങൾ കാണാറുണ്ട്. പക്ഷേ ഞാൻ ചില സ്വപ്നങ്ങൾ നമ്മൾ മനസ്സിൽ കൊണ്ടു നടക്കാറും താലോലിക്കാറും ഉണ്ടല്ലോ, അത് തന്നെയാണ് ഇത്. പക്ഷെ സ്വപ്നമല്ല, ഇത് യാഥാർത്ഥ്യമാണ്. നീ എന്റെ ഭാര്യയാണെന്നും ഞാൻ നിന്റെ കഴുത്തിൽ കെട്ടിയ താലി വരെ അതെല്ലാം യാഥാർത്ഥ്യമായ കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ നിന്നെ കുറിച്ചുള്ള ഓർമ്മകളും നീയും എന്നും എന്റെ ജീവിതത്തിൽ ഉണ്ടാകും. അത് നിന്നെ കുറിച്ചുള്ള എന്റെ സ്വപ്നങ്ങളോ പ്രതീക്ഷകളോ അല്ല, മറിച്ച് നീയാണ് എന്റെ ജീവിതം, അത് തന്നെയാണ് സത്യം എന്ന് വരുൺ രാധികയോട് പറഞ്ഞു. ഞാൻ നിന്നോട് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് എനിക്ക് നിന്നെ ഇഷ്ടമാണെന്നും ഞാൻ നിന്നെ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നും. അങ്ങനെ പലതവണ നിന്റെ പിന്നാലെ നടന്ന് ഞാനത് പറഞ്ഞിട്ടുണ്ട്. അന്നൊക്കെ എപ്പോഴെങ്കിലും തനിക്കും എന്നോട് ഇഷ്ടം തോന്നിയിട്ടില്ലേ? താൻ എന്റേതാണെന്ന് തനിക്ക് തോന്നിയിട്ടില്ലേ? ഞാൻ തന്റെയാണെന്നും അങ്ങനെ ഒരു ചിന്ത തന്റെ മനസ്സിലുണ്ടായിട്ടില്ലേ എപ്പോഴെങ്കിലും? എന്താ ശരിയല്ലേ എന്ന് ധനുഷ് ചോദിക്കുമ്പോ വരുൺ ചോദിക്കുമ്പോ വരുണിന്റെ ചോദ്യത്തിന് മറുപടി നൽകാനായി ഒരുങ്ങിയ രാധിക പെട്ടെന്ന് ആ ക്ഷേത്രക്കടവിനരികിലേക്ക് അവരെ അന്വേഷിച്ചു വരുന്ന പ്രിയങ്കയെ രാധികയെ കണ്ടു. ഉടൻ തന്നെ രാധിക പ്രിയങ്കയെ കണ്ടതും ഒന്നും മിണ്ടാതെ നിൽക്കുന്നത് കണ്ട് വരുൺ വേഗം രാധികയുടെ ശ്രദ്ധ മറ്റെവിടേക്കോ പോയെന്ന് അറിഞ്ഞതോടെ അവിടേക്ക് നടന്നു വരുന്ന പ്രിയങ്കയെ വരുൺ ശ്രദ്ധിച്ചു. ഉടനെ തന്നെ രാധിക പറഞ്ഞു, വരുൺ, ദാ പ്രിയങ്ക വരുന്നുണ്ട്. വരുൺ എങ്ങോട്ടെങ്കിലും ഒന്ന് മാറുവോ എന്ന് ചോദിച്ചതും വരുൺ അവിടെ തന്നെ നിന്നു. പ്ലീസ് വരുൺ, ഒന്ന് മാറുവോ? പ്രിയങ്ക നമ്മളെ ഒരുമിച്ച് കണ്ടാൽ അത് പ്രശ്നമാണ്, ഒന്ന് മാറുവോ എന്ന് ചോദിച്ചതും ഉടനെ രാധികയുടെ ആ അപേക്ഷ കേട്ട് വരുൺ ചോദിച്ചു, ശരി, ഞാൻ മാറിയ ഞാൻ പിന്നെ ഈ ചോദിച്ചതിനുള്ള മറുപടി എനിക്ക് തരുവോ പ്രിയങ്ക പോയതിനു ശേഷം എന്ന് ചോദിച്ചതും ശരി, പറയാം എന്ന് രാധിക മറുപടി നൽകി. ഉടനെ തന്നെ വരുൺ പ്രിയങ്കയുടെ കണ്ണിൽ പെടാതിരിക്കാനായി അപ്പുറത്തുള്ള ആ വള്ളിപ്പടർപ്പുകൾക്കിടയിലേക്ക് വരുൺ ഓടിമറഞ്ഞു. പിന്നീട് പ്രിയങ്ക ആ ക്ഷേത്രക്കടവിനരികിലേക്ക് നടന്നെടുത്തത് കണ്ട് രാധിക എവിടേക്ക് രക്ഷപ്പെടുമെന്നറിയാതെ വേഗം തന്നെ ആ ക്ഷേത്രക്കടവിലേക്ക് രാധിക ഇറങ്ങി. ആ വെള്ളത്തിനടിയിലേക്ക്, ആ കുളത്തിനരികിലേക്ക് നിറ മുങ്ങാങ്കുഴിയിട്ട് അതിനടിയിൽ തന്നെ രാധിക ശ്വാസം അടക്കി പിടിച്ച് ആ കുളത്തിൽ തന്നെ മറഞ്ഞിരുന്നു. അങ്ങനെ രാധിക ആ കുളത്തിൽ മുങ്ങിയിരിക്കുമ്പോൾ പ്രിയങ്ക അവിടെ വന്ന് അവിടെ എല്ലായിടത്തും രാധികയെയും വരുണിനെയും അന്വേഷിച്ചുകൊണ്ടിരുന്നു. രാധിക അത്രയും നേരം ശ്വാസമടക്കി ആ കുളത്തിൽ ഇരിക്കുമ്പോൾ വരുൺ വല്ലാത്ത ടെൻഷനിലായി. പ്രിയങ്ക കുറെ തവണ അവിടെ ആരെങ്കിലും നിൽപ്പുണ്ടോ എന്ന് കുറെ നേരം പരിശോധിച്ചതിന് ശേഷം പ്രിയങ്ക അവരെ കാണാതെ നിരാശയായി മടങ്ങി. അപ്പോഴേക്കും രാധിക വേഗം ക്ഷേത്രകുളത്തിൽ നിന്ന് പൊങ്ങി വരാത്തതായതോടെ രാധികയെ കാണാത്തതിന്റെ ടെൻഷൻ വരുണുമേറി വന്നു. ഉടൻ തന്നെ പ്രിയങ്ക പോയെന്നറിഞ്ഞതോടെ രാധിക വേഗം എഴുന്നേറ്റു. രാധിക അവിടെ മാറി നിൽക്കുന്ന വരുണിനെയും കണ്ടു. രാധിക പതിയെ ആ കുളത്തിൽ നിന്ന് മുകളിലേക്ക് കയറി വരുന്നതിനിടയിൽ രാധികയ്ക്ക് ശ്വാസം മുട്ടുകയും
രാധിക തളർന്ന് വീണ്ടും ആ വെള്ളത്തിലേക്ക് തന്നെ വീണു. ഇത് കണ്ട ഉടനെ വരുൺ ഓടി വന്ന് രാധികയെ ആ കുളത്തിലേക്ക് ചാടി അവിടെ നിന്ന് രക്ഷപ്പെടുത്തുന്നു. അങ്ങനെ രാധികയെ വേഗം കയ്യിലെടുത്തുകൊണ്ട് വരുൺ കരയ്ക്ക് വന്നതിന് ശേഷം രാധികയെ വിളിച്ചുണർത്താൻ ശ്രമിച്ചു. രാധിക ബോധം കെട്ട് കിടക്കുന്നത് കണ്ടതോടെ വരുൺ കുറെ തവണ രാധികയെ വിളിച്ചു നോക്കി. രാധികയ്ക്ക് യാതൊരു അനക്കവും ഇല്ലാതായതോടെ വരുൺ രാധികയെ തന്നെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിക്കുന്നു. അതിനുശേഷം രാത്രി വളരെ വൈകി കഴിഞ്ഞിട്ടോ രാധികയെക്കുറിച്ച് ഒരു വിവരവുമില്ലാതെ രാധികയെ അന്വേഷിച്ചിറങ്ങി നടക്കുകയാണ് യശോദ. അവസാനം ആ ക്ഷേത്രത്തിനരികിലേക്ക് എത്തിയ യശോദ, അയ്യോ എന്റെ മോൾ ഇതെവിടെ പോയി? എത്ര നേരമായി ഞാൻ അവളെ അന്വേഷിച്ച് നടക്കുന്നു. അവൾക്ക് എന്താ പറ്റിയത്? എങ്ങോട്ട് പോയി എൻ്റെ ഈശ്വര എന്നെല്ലാം ആശങ്കപ്പെട്ട് നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് സങ്കടത്തോടെ യശോദ ഇങ്ങനെ നോക്കുമ്പോൾ അങ്ങ് കുറച്ചു മാറി ക്ഷേത്രത്തിന്റെ വാതിക്കൽ, ആ ക്ഷേത്രവാതിലിനരികിൽ ആ കൊടിമരത്തിലേക്ക് ചാരി ഇരിക്കുന്ന വരുണിന്റെ മടിയിൽ തല ചായച്ചു കിടക്കുന്ന രാധികയെയും കണ്ടു. രാധികയെ മടിയിലേക്ക് കിടത്തി വരുൺ രാധികയെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നു. രാധികയുടെ മുഖത്തേക്ക് വരുൺ ഒരു ആ തീർത്ഥക്കുടത്തെ വെള്ളമെടുത്ത് രാധികയുടെ മുഖത്തേക്ക് തെറിപ്പിച്ചുകൊണ്ടിരുന്നു. വരുൺ കുറെ തവണ രാധികയുടെ മുഖത്തേക്ക് ആ വെള്ളം തെറിപ്പിക്കുന്നത് അപ്പുറത്ത് മാറി നിന്ന് യശോദ ശ്രദ്ധിച്ചു. വരുൺ വെള്ളം ഒഴിച്ചിട്ടും രാധിക ബോധം തെളിയാത്തത് കണ്ട് ആകെ ടെൻഷനിലായി വരുൺ. രാധികയെ, താൻ എന്താണോ എഴുന്നേൽക്കാത്തത് എന്ന് ചോദിക്കുമ്പോൾ രാധിക ആകെ വീണ്ടും ബോധം കെട്ട് കിടക്കുന്നത് കണ്ടതോടെ വരുൺ ആകെ നിരാശയിലായി. എടോ, തന്നെ എത്ര നേരമായിടോ ഞാൻ വിളിക്കാൻ ശ്രമിക്കുന്നു, താൻ എന്താ എഴുന്നേക്കാത്തത് എന്ന് ചോദിച്ച് വരുൺ വെള്ളമെല്ലാം മുഖത്ത് ഒഴിച്ചു നോക്കിയിട്ടും രാധിക കണ്ണു തുറക്കാത്തത് കൊണ്ട് വരുൺ ആകെ നിരാശയിലായി. ഇത്രയും നേരമായിട്ടും താൻ എന്താണോ എഴുന്നേൽക്കാത്തത്? തന്നെ ഇവിടേക്ക് കൊണ്ടുവന്നത് താൻ ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്ന, ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കുന്ന ഈ ഭഗവാന്റെ നടയിലെത്തിയാലെങ്കിലും താൻ രക്ഷപ്പെടുമെന്ന് കരുതിയിട്ടാണ്. ഇനിയും എനിക്കിങ്ങനെ കാത്തിരിക്കാൻ വയ്യ, തന്നെ ഞാൻ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവുക എന്ന് വരുൺ രാധികയോട് പറഞ്ഞു. ഉടൻ തന്നെ രാധികയെ എടുത്തുകൊണ്ട് വരുൺ പോകാൻ തുടങ്ങുമ്പോൾ പെട്ടെന്ന് രാധികയ്ക്ക് ബോധം തെളിഞ്ഞു. ഈ കാഴ്ച കണ്ടതോടെ യശോദ വരുണും രാധികയും അവിടെ ഇരിക്കുന്നത് കണ്ട് എന്താണ് സംഭവിച്ചതെന്നറിയാതെ ആകെ ടെൻഷനോടെ തൽക്കാലം തന്നെ അവർ കാണണ്ട എന്ന് കരുതി യശോദ പതുക്കെ അപ്പുറത്തുള്ള ഒരു ചെടിക്ക് സൈഡിലേക്ക് മറന്നു. അങ്ങനെ ആ ചെടിയുടെ മറവിൽ അങ്ങനെ ഒളിഞ്ഞു നിന്ന് രാധികയെയും വരുണിനെയും നോക്കുകയാണ് യശോദ. അപ്പോഴേക്കും രാധിക കണ്ണു തുറന്നതും വരുൺ വലിയ സന്തോഷത്തിലായി. രാധിക കണ്ണു തുറന്ന ഉടനെ വരുൺ എന്ന് വിളിച്ചതിന് ശേഷം ചുറ്റുപാടും നോക്കി. രാത്രിയായി കണ്ടതോടെ രാധിക വേഗം എഴുന്നേറ്റു. അയ്യോ, രാത്രിയായോ എന്ന് രാധിക വരുണിനോട് ചോദിച്ചു. അപ്പോഴേക്കും വരുൺ പറഞ്ഞു, അതെ രാത്രിയായി. അപ്പോഴേക്കും രാധിക വേഗം ചാടി എഴുന്നേറ്റു. അയ്യോ, എന്നെ വീട്ടിൽ അന്വേഷിക്കുന്നുണ്ടാവും, അപ്പോ ഞാൻ മരിച്ചില്ലല്ലേ എന്ന് രാധിക വരുണിനോട് ചോദിച്ചതും വരുൺ വേഗം രാധികയെ മുഖത്ത് പിടിച്ചുകൊണ്ട് ചോദിച്ചു, എടോ, തന്നെ അങ്ങനെ മരിക്കാൻ ഞാൻ സമ്മതിക്കുവോ? തന്നെ ഞാൻ മരണത്തിന് വിട്ടുകൊടുക്കുവോ എന്ന് വരുൺ രാധികയോട് ചോദിച്ചു. രാധിക ഒരു വിധത്തിൽ അവിടെ നിന്ന് എഴുന്നേക്കാൻ ശ്രമിക്കുമ്പോൾ വരുൺ രാധികയെ പിടിച്ചു. എടോ, നിക്ക്, ഞാൻ തന്നെ പിടിക്കാം എന്ന് പറഞ്ഞ് രാധിക വീഴാതെ വരുൺ ചേർത്ത് പിടിച്ചു. രാധിക എഴുന്നേറ്റ് പോകാൻ ശ്രമിക്കുമ്പോഴേക്കും കാല് വേച്ച് നിലത്തേക്ക് വീഴാൻ തുടങ്ങുന്ന രാധികയെ വരുൺ വേഗം ചാടി പിടിച്ച് തൻ്റെ അരികിലേക്ക് ചേർത്ത് പിടിച്ചു. അപ്പോഴേക്കും രാധിക പറഞ്ഞു, വിട്, എനിക്ക് പോണം എന്ന് പറഞ്ഞ് രാധിക പോകാൻ തുടങ്ങുമ്പോഴേക്കും വരുൺ പറഞ്ഞു, എടോ, താൻ ഇവിടെ നിൽക്ക്, താൻ ആകെ തളർന്നിരിക്കുകയാണ്. എടോ, തന്നെ ഈ അവസ്ഥയിൽ താൻ തനിച്ചു പോകണ്ട, തന്നെ ഞാൻ കൊണ്ടുപോയി വിടാം എന്ന് പറഞ്ഞപ്പോഴേക്കും രാധിക പറഞ്ഞു, വേണ്ട, ഞാൻ പൊക്കോളാം. അപ്പോഴേക്കും വരുൺ പറഞ്ഞു, ഡോ, ഇതേ നോക്ക്, താലി കെട്ടിയതാ ഞാൻ, തന്നെ താലി കെട്ടിയതാണ്, തൻ്റെ ഭർത്താവാണ് ഞാൻ. അതുകൊണ്ട് തന്നെ താലി കെട്ടിയ പെണ്ണിനെ സംരക്ഷിക്കേണ്ട കടമ ഭർത്താവിനാണുള്ളത് എന്ന് വരുൺ രാധികയോട് പറഞ്ഞു. എടോ, താൻ മറ്റൊന്നും പറയണ്ട എന്ന് പറഞ്ഞതും വരുണിനോട് രാധിക പറഞ്ഞു, ഞാൻ പറഞ്ഞല്ലോ വരുൺ, എനിക്ക് വീട്ടിലേക്ക് പോകണം, എന്നെ അവിടെ അന്വേഷിക്കും. വരുൺ, ദേവി ചെയ്ത് എന്നെ മറന്നേക്ക്, എന്നെ ഒരിക്കലും വരുൺ ചിന്തിക്കുകയോ എന്നെ ഓർക്കുക പോലും ചെയ്യരുത്. ദാ ഈ ഭഗവാന്റെ മുന്നിൽ വെച്ച് വരുൺ എൻ്റെ കയ്യിൽ സത്യം ചെയ്തതാ, ഇനി ഒരിക്കലും കാണുകയില്ല എന്നും എന്നെക്കുറിച്ച് ആലോചിക്കുകയോ ചിന്തിക്കുകയില്ല എന്ന് രാധിക പറയുമ്പോൾ വരുൺ രാധികയുടെ കൈ തട്ടി മാറ്റിയിട്ട് വേഗം ഭഗവാന്റെ നേരെ അരികിലേക്ക് ആ വാതിൽക്കലേക്ക് ചെന്നിട്ട് പറഞ്ഞു, ഈ ഭഗവാന് ഏറ്റവും പ്രിയപ്പെട്ട കുട്ടിയാ താൻ. അതുകൊണ്ട് തന്നെ ഈ ഭഗവാൻ അറിയാം, തൻ്റെ കഴുത്തിൽ ഒരു താലി വീണിട്ടുണ്ടെങ്കിൽ, തൻ്റെ വിവാഹം നടന്നിട്ടുണ്ടെങ്കിൽ അതിലൊരു സത്യമുണ്ട്. ഈ ഭഗവാൻ അറിഞ്ഞു തന്നെ ചെയ്തതാണത്. അതുകൊണ്ട് തന്നെ താനത് മറക്കാനും അത് വേണ്ടെന്ന് വെക്കാനും താൻ ഒരിക്കലും ശ്രമിക്കരുതെന്ന് വരുൺ രാധികയോട് പറയുമ്പോൾ രാധിക കരഞ്ഞുകൊണ്ട് പറഞ്ഞു, എനിക്ക് പോണം, ഞാൻ പോവാ എന്ന് പറഞ്ഞ് രാധിക പോകാൻ ഒരുങ്ങുമ്പോൾ രാധിക വീണ്ടും വീഴാൻ പോകുന്നത് കണ്ട് വരുൺ രാധികയെ പിടിച്ചു നിർത്തി. ദേ, ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ രാധിക? വെറുതെ അനുസരണക്കേട് കാട്ടാതെ, തന്നെ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണെന്നുള്ള കാര്യം തനിക്കറിയാവുന്നതല്ലേ? അതുകൊണ്ട്
ഞാൻ പറയുന്നത് കേക്ക്, താൻ തനിച്ചു പോകണ്ട, ഞാൻ തന്നെ കൊണ്ടുപോയി വിടാം എന്ന് പറയുമ്പോൾ രാധിക പറഞ്ഞു, വേണ്ട, ഞാൻ പൊക്കോളാം എന്ന് പറഞ്ഞതും വരുൺ രാധികയെ ചേർത്ത് പിടിച്ചു. എടോ, തന്നെ സംരക്ഷിക്കേണ്ട അവകാശം ഒരു ഭർത്താവായ എനിക്കുള്ളതാണ്. തന്റെ കഴുത്തിൽ താലി കെട്ടിയ എനിക്കുള്ള അവകാശമാണ് തന്നെ സംരക്ഷിക്കുക എന്നുള്ളത്. അതുകൊണ്ട് തനിക്കൊരു ആപത്തും വരാതെ നോക്കേണ്ടത് എന്റെ കടമയാ. ഞാൻ കൊണ്ടുപോയി വിടാം തന്നെ. ആറ്റുവാശ്ശേരിയിലേക്ക് ഞാൻ തന്നെ കൊണ്ടുപോകാം എന്ന് പറഞ്ഞ് രാധികയെ തന്റെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ച് വരുൺ പതിയെ അവിടെ നിന്ന് നടക്കുന്നു. അങ്ങനെ അവർ നടന്ന് നേരെ കാറിനരികിലേക്ക് പോകുമ്പോൾ യശോദ അവിടെ എന്താ സംഭവിക്കുന്നതെന്ന് അറിയാനായി അപ്പുറത്തേക്ക് മാറി നിന്ന് നോക്കി. വരുൺ രാധികയുമായി നേരെ കാറിനരികിലേക്ക് എത്തി. വരുൺ രാധികയോട് പറഞ്ഞു, എടോ, താൻ കാറിലേക്ക് കയറ്. അപ്പോഴേക്കും രാധിക കയറാൻ കൂട്ടാക്കാതെ അവിടെ നിന്നു. ഇല്ല, ഞാൻ വരില്ല എന്ന് പറഞ്ഞതും വരുൺ പറഞ്ഞു, എടോ, ഞാൻ പറയുന്നു താൻ കേക്ക്. തന്നെ ഞാൻ വീട്ടിൽ കൊണ്ടുപോയി വിടാമെന്ന് പറഞ്ഞില്ലേ? താനില്ലാതെ എനിക്ക് ജീവിക്കാനാവില്ല. തൻ്റെ കൂടെയുള്ള ഈ നിമിഷങ്ങൾ, തൻ്റെ കൂടെ ചെലവഴിക്കുന്ന ഈ നിമിഷങ്ങളിലാടോ ഞാൻ ശരിക്കും ജീവിക്കുന്നെന്ന് എനിക്ക് തോന്നുന്നത് എന്ന് രാധികയെ ചേർത്ത് പിടിച്ച് വരുൺ പറയുന്നു. അതെല്ലാം കേട്ടതോടെ യശോദ ആകെ വിഷമത്തിലായി. എല്ലാ സത്യങ്ങളും യശോദ നേരിൽ കണ്ടുകൊണ്ട് നിൽക്കുമ്പോൾ രാധിക പറഞ്ഞു, എന്നെ വിട്, എനിക്ക് പോയേ പറ്റൂ എന്ന് പറയുമ്പോൾ രാധികയോട് വരുൺ പറഞ്ഞു, എടോ, ഞാനാണ് തൻ്റെ കഴുത്തിൽ താലി കെട്ടിയെന്നുള്ള കാര്യം താൻ ഇനിയും മറയ്ക്കുകയാണോ എന്ന് ചോദിച്ചുകൊണ്ട് അങ്ങനെ നിൽക്കുമ്പോൾ പെട്ടെന്ന് വരുണിന്റെ ഫോൺ റിങ് ചെയ്തു. കോൾ എടുത്തതും വരുൺ എവിടെയാ എന്ന് ചോദിച്ചുകൊണ്ട് പ്രിയങ്ക ദേഷ്യത്തോട് ചോദിച്ചു. ഞാൻ എവിടെയാന്ന് തനിക്കെന്താ എന്ന് ചോദിച്ചതും ഇനിയും വീട്ടിൽ വരാറായില്ലേ എന്ന് പ്രിയങ്ക ദേഷ്യപ്പെട്ടു. ഞാൻ കുറെ ദൂരെയെന്ന് പറഞ്ഞാൽ എവിടെ എന്ന് ചോദിച്ചപ്പോൾ എനിക്ക് വളരെ വേണ്ടപ്പെട്ട ആളുടെ കൂടെയാണ്, എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആളുടെ കൂടെ എന്ന് പറഞ്ഞ് രാധികയെ തൻ്റെ അരികിലേക്ക് ചേർത്ത് പിടിച്ചുകൊണ്ട് വരുൺ പ്രിയങ്കയോട് പറഞ്ഞു. അതാരാ എന്ന് ചോദിച്ചപ്പോൾ വരുൺ പറഞ്ഞു, അത് താൻ അറിയേണ്ട കാര്യമില്ല. താൻ എന്നെ വിളിച്ച് വെറുതെ ശല്യപ്പെടുത്തുകയും ചെയ്യണ്ട. ഇനി മേലാൽ ഇങ്ങനെയുള്ള ചോദ്യങ്ങളുമായി എന്നെ വിളിച്ചു പോകരുത്, മനസ്സിലായോ എന്ന് പറഞ്ഞ് വരുൺ കോള് കട്ട് ചെയ്തു. പ്രിയങ്ക ആകെ ദേഷ്യത്തിലായി. ഉടനെ തന്നെ വരുൺ ഫോൺ വെച്ചതിന് ശേഷം തലയിൽ കൈവച്ച് ആകെ ദേഷ്യത്തോടെ രാധികയോട് പറഞ്ഞു, പ്രിയങ്കയെ വിളിച്ചത് ഞാൻ എവിടെയാണെന്നുള്ള കാര്യം അവളത് അറിയണ്ട എന്ന് കരുതി. പിന്നെ ഞാനും താനും കൂടി ഒരുമിച്ച് നിൽക്കുന്ന കാഴ്ച പ്രിയങ്ക ഇനി കണ്ടാലും പ്രശ്നമില്ല. പ്രിയങ്ക കണ്ടതുകൊണ്ട് എന്താ പ്രശ്നമെന്നോർത്ത് താൻ തൻ്റെ ജീവിതം നശിപ്പിക്കാൻ നോക്കരുത്. എടോ, തനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ ഞാനില്ല. അതുകൊണ്ട് ഇനി ഇതുപോലെയുള്ള അബദ്ധങ്ങളൊന്നും താൻ കാണിക്കരുത് എന്ന് പറഞ്ഞപ്പോൾ രാധിക പറഞ്ഞു, വരുൺ, എനിക്ക് പോണം, എനിക്കൊന്നും കേൾക്കണ്ട. പ്രിയങ്കയെ മറന്ന് വരുൺ മറ്റൊന്നും ചിന്തിക്കരുത് എന്ന് പറയുമ്പോൾ രാധികയോട് വരുൺ പറഞ്ഞു, എടോ, ഞാനാണ് തൻ്റെ ഭർത്താവ്. ഞാൻ താലി കിട്ടിയത് തൻ്റെ കഴുത്തിലാണ്. താൻ എൻ്റെ ഭാര്യയാണ്. അതുകൊണ്ട് തന്നെ സംരക്ഷിക്കേണ്ടതും തന്നെ നോക്കേണ്ടതും എൻ്റെ അവകാശമാണ്. ഭാര്യയെ സംരക്ഷിക്കുക എന്നത് എൻ്റെ അവകാശമാണ്. അതുകൊണ്ട് ഞാൻ പറയുന്നത് കേൾക്ക്, കയറൂ ഇങ്ങോട്ട്, നിന്നോടല്ലേ കയറാൻ പറഞ്ഞത് എന്ന് പറഞ്ഞ് വരുൺ ദേഷ്യത്തോടെ രാധികയെ കാറിലേക്ക് പിടിച്ചു കയറ്റുന്നു. യശോദ ഉടൻ തന്നെ അവരുടെ മുന്നിലേക്ക് ചെല്ലാമെന്നോർത്ത് പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങിയ ഉടനെ യശോദ മനസ്സിൽ ചിന്തിച്ചു, വേണ്ട, ഞാനെല്ലാം അറിയുന്നുണ്ടെന്നും എല്ലാം എനിക്കറിയാമെന്നുള്ള കാര്യം തൽക്കാലം വരുൺ അറിയണ്ട എന്ന് ചിന്തിച്ചുകൊണ്ട് യശോദ അവിടെ തന്നെ നിന്നു. ആകെ ഞെട്ടലോടെ യശോദ അങ്ങനെ നിൽക്കുമ്പോൾ വരുൺ രാധികയുമായി വേഗം ആറ്റുവാശ്ശേരിയിലേക്ക് പുറപ്പെട്ടു. കാറ് കുറച്ച് മാറ്റി വണ്ടി നിർത്താൻ രാധിക പറഞ്ഞത് കേട്ട് വണ്ടി നിർത്തിയതിനു ശേഷം വരുൺ ചോദിച്ചു, അല്ല, എന്താ താൻ ഇവിടെ വണ്ടി നിർത്താൻ പറഞ്ഞത്? അത് കേട്ടതും രാധിക പറഞ്ഞു, അത് ആരും അറിയണ്ട എന്ന് കരുതി, അതുകൊണ്ടാ എന്ന് പറഞ്ഞപ്പോൾ വരുൺ പറഞ്ഞു, എടോ, താൻ തനിച്ചു പോകണ്ട, വീട് വരെ ഞാൻ കൊണ്ടുപോയി വിടാം. അത് കണ്ടതും രാധിക ദേഷ്യത്തോടെ നോക്കുമ്പോൾ വരുൺ പറഞ്ഞു, ആരും കാണാതെ തന്നെ അവിടെ ആക്കിയിട്ട് ഞാൻ പോന്നോളാം, ആരും കാണാതെ ഞാൻ പോന്നോളാം, താൻ ഇറങ്ങ എന്ന് പറഞ്ഞ് വരുൺ രാധികയെ പിടിച്ചിറക്കി. ഈ സമയത്ത് മുത്തശ്ശി വാതിലടയ്ക്കാൻ ഒരുങ്ങുന്ന നേരത്ത് രാധികയെ ചേർത്ത് പിടിച്ചുകൊണ്ട് വരുൺ വാതിക്കലേക്ക് എത്തിയത്. ഗേറ്റിനരികിൽ രാധികയോടൊപ്പം മറ്റാരോ നിൽക്കുന്നത് ഒരു മിന്നായം പോലെ മുത്തശ്ശി കാണുന്നു. വാതിലടയ്ക്കാൻ ഒരുങ്ങിയ മുത്തശ്ശി ആരാ അത് എന്ന് ഉറക്കെ വിളിച്ചു ചോദിച്ചതും വരുൺ മുത്തശ്ശിയെ കണ്ടതോടെ രാധികയോട് പറഞ്ഞു, ഞാൻ പോവാ എന്ന് പറഞ്ഞ് വരുൺ രാധികയെ അവിടെ നിർത്തിയിട്ട് വേഗം വരുൺ അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടു. അപ്പോഴേക്കും മുത്തശ്ശി വേഗം അവിടേക്ക് ഓടിയെത്തി. ആരാടി നിന്റെ അടുത്തുനിന്ന് ഓടിപ്പോയത്? ആരാടിയത് എന്ന് ചോദിച്ചതും രാധിക ഒന്നും മിണ്ടാതെ കണ്ണീരോടെ അങ്ങനെ നിന്നു. നിന്നോടല്ലേടി ഞാൻ ചോദിച്ചത്, പറയടി, ആരാടിയത്? എല്ലാം കഴിഞ്ഞിട്ട് അവന് ഇവിടെ കൊണ്ട് നിന്നെ വിട്ടിട്ട് പോയതാണോ? ആരാടിയത് എന്ന് ചോദിച്ച് മുത്തശ്ശി ആകെ കലിയോടെ വേഗം രാധികയുടെ അരികിലേക്ക് എത്തി. നിന്നോടല്ലേടി ചോദിച്ചത്, പറയടി എന്ന് പറയുമ്പോൾ കലിയോടെ എല്ലാം കേട്ട് സഹിച്ചും ശ്രമിച്ചും മതിയായിട്ടും ഇനിയും തന്നെ കുത്തി നോവിക്കുന്നതിൻ്റെ വേദനയിൽ കലിയോടെ മറുപടി പറയാനായി രാധിക മുത്തശ്ശിയെ നോക്കുന്നു.